ഹായ് സ്റ്റുഡൻസ്, V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BSc മലയാള സാഹിത്യം 2ാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിൻ്റെ സൗന്ദര്യം KP അപ്പൻ എന്ന് പറയുന്ന ലേഖകൻ്റെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ KP അപ്പൻ എന്ന് പറയുന്ന സാഹിത്യ നിരൂപകനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. അദ്ദേഹം മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന പാഠത്തിൽ എന്താണ് പറയുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പാഠം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്ന ചേതനയുള്ള കവിയായിരുന്നു ഇടപ്പള്ളി. അങ്ങനെ ദുഃഖത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധിയായി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതായിട്ട് KP അപ്പൻ പറയുന്നു. മുറിവിൽ നിന്ന് രക്തം സ്രവിച്ചപ്പോൾ ഇടപ്പള്ളി കരഞ്ഞുവെന്നും ഇടപ്പള്ളിയുടെ മനസ്സിൽ നിരവധി വീണക്കമ്പികൾ ഉണ്ടായിരുന്നതുകൊണ്ട് കരച്ചിൽ കവിതയായി മാറിയെന്നും ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലം കെട്ടിപ്പാർത്ത ഒരു മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ, റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയെന്നും മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും എന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണ് മനുഷ്യൻ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഇടപ്പള്ളി വിശ്വസിച്ചതായും നമുക്ക് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് കാണാം. അതായത് അടിസ്ഥാനപരമായി മൃത്യുബോധമുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ഇടപ്പള്ളി എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന വിമർശനം ഇടപ്പള്ളി എന്ന കവിയുടെ ജീവിതത്തെയും മരണത്തെയും സാഹിത്യത്തെയും വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ആ വിലയിരുത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായ മൃത്യുബോധമുണ്ടായിരുന്ന കവിയായിരുന്നു ഇടപ്പള്ളി. അദ്ദേഹം 27-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തപ്പോഴും മലയാള സാഹിത്യ ലോകത്ത് ആ 27-ാം വയസ്സിനിടയിൽ തന്നെ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. മണിമുഴക്കം എന്ന കവിത എഴുതി മരണത്തിലേക്ക് കടന്നുപോയ കവിയാണ് ഇടപ്പള്ളി എന്ന് KP അപ്പൻ ഇവിടെ എടുത്തു പറയുന്നു. മണിമുഴക്കം എന്ന കവിത എഴുതി മരണത്തിലേക്ക് കടന്നുപോയ കവി. പ്രേമനൈരാശ്യമാണ് ഇടപ്പള്ളിയുടെ മരണത്തിന് കാരണമെന്ന് പലരും വിധി എഴുതി. ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന കവിയുടെ ജീവിതവും കൃതികളും സൂക്ഷ്മ വിശകലനം ചെയ്താൽ എന്തായിരുന്നു ആത്മഹത്യയ്ക്ക് പിറകിലെ വസ്തുതയെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് KP അപ്പൻ പറഞ്ഞു വന്നതും കേട്ടുവന്നു വന്നതുമായ കഥകളെ മാറ്റി നിർത്തി സൂക്ഷ്മ വിശകലനം ചെയ്തപ്പോൾ ആ ആത്മഹത്യ പ്രേമനൈരാശ്യത്തിൻ്റെ ഫലമല്ലെന്ന് കണ്ടെത്തുകയും കവിയുടെ മാനസിക പ്രത്യേകതകൾ അനാവരണം ചെയ്യുകയും ചെയ്യുന്ന പാഠമാണ് ഇത്. സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്ന പ്രകൃതമായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. കവിക്ക് അനാഥത്വം ഇടപ്പള്ളിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അനാഥത്വം, ചെറുപ്പത്തിലേ അമ്മ മരിക്കുന്നു, അച്ഛൻ്റെ സ്നേഹമില്ലായ്മ, രണ്ടാനമ്മയുടെ ദ്രോഹം, ഇതെല്ലാം ഇടപ്പള്ളിയെ ചെറുപ്പം മുതലേ വിഷാദാത്മകതയിലേക്ക് തള്ളിവിടുന്നതായി നമുക്ക് കാണാം. MN വിജയൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ വാക്കുകളിൽ പറഞ്ഞാൽ അമ്മ ഒരില്ലായ്മയാണെന്നും അച്ഛൻ ഒരു നിരാശയാണെന്നും ഇടപ്പള്ളി അറിഞ്ഞു. 4-5 കമ്പിനാൽ തീർത്ത കുടിലിൽ ഞാൻ നാഗത്തെ നിത്യവും കണ്ടിരുന്നു. കവിത ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 വരിയാണ്. 4-5 കമ്പിനാൽ തീർത്ത കുടിലിൽ ഞാൻ നാഗത്തെ നിത്യവും കണ്ടിരുന്നു. നാഗമല്ല, നാഗത്തെ നിത്യവും കണ്ടിരുന്നു എന്ന് കവി പറയുന്നു. ഇവിടെ ജീവിക്കുമ്പോഴാണ് ഇടപ്പള്ളിയുടെ ഭാവനയ്ക്ക് തീ പിടിക്കുന്നത്. തൊട്ടതിനെല്ലാം തോറ്റവനായിരുന്നു ഇടപ്പള്ളി എന്ന് നമുക്ക് കാണാം. ജന്മത്തിൽ, വർണ്ണത്തിൽ, ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ എല്ലാം ഇടപ്പള്ളി തോറ്റുപോയി. അതുകൊണ്ട് തന്നെ കവി വീണ്ടും പാടി, സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന്. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നതെങ്കിലും അവനെന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നുവെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. കാൽപ്പനികവാദിയായ അന്യൻ, ഔട്ട്സൈഡർ സൃഷ്ടിക്കപ്പെടുന്നത് സ്വപ്നജീവിയായ വ്യക്തിയുടെ അയഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നാണല്ലോ. ഈ ദേശം തൻ്റേതല്ലെന്ന് ചിന്തിക്കുന്നതോടെ മറ്റ് ലോകങ്ങളെ അയാൾ സ്വപ്നം കാണാൻ തുടങ്ങി. ചുറ്റുപാടുകളെക്കുറിച്ച് പരാതിപ്പെടുകയും ഈ ലോകം മനുഷ്യർക്ക് ജീവിക്കാൻ പാകത്തിലുള്ളതല്ല എന്ന് ഭയപ്പെടുകയും ചെയ്ത കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവം ഇതാണെന്ന് കോളിൻ വിൻസൺ പഠനം നടത്തി സ്ഥാപിച്ച് വച്ചിട്ടുണ്ട്. അന്യതാബോധം, അതാണ് കോളിൻ വിൻസൺ പറഞ്ഞു വയ്ക്കുന്നത്.
ചുറ്റുപാടുകൾ മാത്രമല്ല, കാലമെന്ന സംഹാരശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു എന്നാണ് ഇടപ്പള്ളി എന്ന് പറയുന്ന കാൽപ്പനികവാദിയിൽ നമ്മൾ കാണുന്നത്. കാലമെന്ന പേരിൽ ഇടപ്പള്ളി ഒരു കവിത രചിച്ചു വച്ചിട്ടുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ. അവ മനുഷ്യ ജീവിതമെന്ന തീരങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്നുവെന്ന് ഇടപ്പള്ളി പറയുന്നുണ്ട്. ആശ എന്ന ഇടപ്പള്ളിയുടെ കവിതയിൽ സകല ആശകളെയും കാലമെന്ന കാളസർപ്പം വിഴുങ്ങുന്നതായി കവി എഴുതി ചേർത്തിരിക്കുന്നു. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കിയ ഇടപ്പള്ളി ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയായിരിക്കാം ആത്മഹത്യ ചെയ്തതെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഈ ആത്മഹത്യ തത്വചിന്താപരമായ ഒന്നാണെന്ന് വരുന്നു. സമൂഹ ജീവിതത്തിൻ്റെ സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായി, സ്വപ്നജീവിയായി, ഭ്രഷ്ടനായി, പിന്നീട് അയാൾ നാട് കടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സങ്കല്പിച്ച് ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഏകാന്തതയുടെ തീവ്രവേദന അനുഭവിച്ച കവിയാണ് ഇടപ്പള്ളി എന്ന് നമുക്ക് കാണാം. അങ്ങനെയുള്ള ഇടപ്പള്ളി പൂർണ്ണമായും യഥാർത്ഥത്തിൽ നാട് കടത്തപ്പെട്ടവനായിരുന്നു. റൂസോ പറഞ്ഞതുപോലെ, ഞാൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല. സ്വന്തം രചനയിലൂടെ ഇടപ്പള്ളിയും ഇതുതന്നെയാണ് വിളിച്ച് പറയുന്നത്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ദർശനം മൃത്യുബോധവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. രണ്ട് നല്ല സഹോദരികൾ എന്ന ബോധലേറുടെ കവിതയിൽ ശവമഞ്ചവും വിവാഹമഞ്ചവുമാണ് സഹോദരികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇടപ്പള്ളിയുടെ ദർശനം ഈ കവിതയുമായി തട്ടിച്ചു നോക്കിയാൽ നമുക്ക് കുറെ അല്ലെങ്കിൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഇതേ മട്ടിൽ ക്രൂരവും മധുരവുമായ ഒരു മനോഭാവമാണ് ഇടപ്പള്ളിക്കും ഉണ്ടായിരുന്നത്. ലോകത്തിലെ എല്ലാ സുന്ദര സങ്കല്പങ്ങളും ഇടപ്പള്ളിക്ക് മരണമായി ബന്ധപ്പെട്ടതായിരുന്നു. മരണത്തെ പ്രാപിക്കുക എന്നാൽ സൗന്ദര്യത്തെ പ്രാപിക്കുക എന്നായിരുന്നു ഇടപ്പള്ളിയുടെ ചിന്ത. താൻ പിന്നിട്ടതൊരു മണൽക്കാടാണെന്നും ഇനി പിന്നിടാനുള്ള ലോകം ഒരു മഹാവനമാണെന്നും ഇടപ്പള്ളി വിശ്വസിക്കുന്നത് കവിതകളിലൂടെ നമുക്ക് കാണാം. മരണത്തിൻ്റെ സൗന്ദര്യം കവിയായ ഇടപ്പള്ളിയെ ലഹരി പിടിപ്പിച്ചിരുന്നു എന്നാണ് KP അപ്പൻ വിലയിരുത്തുന്നത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്നാണ് അദ്ദേഹം അങ്ങനെ മരണത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മുഴങ്ങുന്നതെന്ന് ചോദിച്ചിട്ടില്ല. തനിക്ക് വേണ്ടിയാണെന്നങ്ങ് വിശ്വസിച്ചു. വരുന്നു ഞാൻ എന്ന വാക്കാണ് ആ സൂചന നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണി ദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്നാണ് കവി വീണ്ടും പറയുന്നത്. മരണത്തെ നേരിട്ട് സ്വാഗതം ചെയ്യുകയാണ് കവി. ആ ശാശ്വതാനന്ദം 1976 ജൂലൈ 4 കവി സ്വാർത്ഥകമാക്കി, അല്ലെങ്കിൽ കവി നേടിയെടുത്തു. ഇടപ്പള്ളിയുടെ ആത്മഹത്യ പ്രേമഭംഗത്താലാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊരു നിമിത്തം മാത്രമാണെന്നും അങ്ങനെ സംഭവിച്ചിരുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേമഭംഗം ഉണ്ടായില്ലെങ്കിലും ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുമായിരുന്നുവെന്നും KP അപ്പൻ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. കാരണം മരണത്തോട് സ്വാഭാവികമായ അഭിവാജ്ഞയുണ്ടായിരുന്നു ഇടപ്പള്ളിക്ക് എന്നതാണ് സത്യം. ഇടപ്പള്ളി ഒരു പ്രേമവഞ്ചനയെക്കുറിച്ച് എവിടെയും പറയുന്നതായിട്ട് കാണുന്നില്ല. മാത്രവുമല്ല, തൻ്റെ കാമുകിയുടെ കവിളുകളിൽ ഒരൽപ്പം ദുഃഖം പോലും കഠിനജലം വരുത്തരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവൾ കൂട്ടിനായി തന്നോടൊപ്പം എപ്പോഴുമുണ്ടെന്നും കവി വിശ്വസിക്കുന്നതായി നമുക്ക് കാണാം. മണിമുഴക്കം എന്ന കവിതയിൽ ഇടപ്പള്ളി ആ സ്നേഹത്തെക്കുറിച്ച് മതിപ്പോടെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ ജീവിതത്തിലെ വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ അത് പൂർണ്ണമായും പ്രകാശിപ്പിക്കപ്പെടുവാൻ കഴിയുമെന്നും കവി വിശ്വസിച്ചിരുന്നിരിക്കാം. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളി കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയിരിക്കുന്നതെന്ന് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ പാഠത്തിലൂടെ KP അപ്പൻ നിരീക്ഷിച്ച് എടുക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്തപരമായ ഒന്നായിട്ടാണ് കാണേണ്ടതെന്ന് KP അപ്പൻ നമ്മളോട് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒന്നായിട്ടാണ് കാണേണ്ടതെന്ന് KP അപ്പൻ ഈ ലേഖനത്തിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യ തന്നെയാണെന്ന് കമ്യു പ്രസ്താവിക്കുന്നുണ്ടല്ലോ. കാലിക പ്രാധാന്യമുള്ളതാണ്. കമ്യു എന്ന് പറയുന്ന ചിന്തകൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട
തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യ തന്നെയാണ്. എല്ലാ മികച്ച കലാസൃഷ്ടിയും എന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്ന് ജനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ആത്മഹത്യയെ തൻ്റെ സകല കലാസൃഷ്ടിക്കും ഉപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒന്നായി വേണം കരുതാനെന്ന് KP അപ്പനും സമർത്ഥിക്കുന്നു. പലരും കരുതുന്നത് പ്രേമനൈരാശ്യം കൊണ്ടാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തതെന്നാണ്. മണിനാഥത്തിൽ കവി എഴുതിയത് വായിച്ചാൽ പ്രേമനൈരാശ്യമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധയായ അവൾ ദൂരെയാണെങ്കിൽ എപ്പോഴും കൂട്ടിനായി തന്നോടൊപ്പമുണ്ടെന്നും കഷ്ടകാലം വന്ന് ദുഃഖം അവളുടെ കവളിൽ ഒരിക്കൽ പോലും കുടിയേറരുതെന്നും കവി പറഞ്ഞു വയ്ക്കുന്നു. ആ വരികളിലൂടെയാണ് വഞ്ചനയെ കുറിക്കുന്ന പരാമർശമുള്ളത്. ആ വരികളിൽ എവിടെയോ ആണ് വഞ്ചനയെ കുറിക്കുന്ന പരാമർശം ഉള്ളത്. ഒരിക്കൽ പോലും അദ്ദേഹം പ്രണയവഞ്ചനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല ഇവിടെ. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ അദ്ദേഹം അത്തരമൊരു വാക്ക് ഉപയോഗിച്ചതായി കാണുന്നില്ല. മരണത്തോട് സ്വാഭാവികമായൊരു അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള ആത്മഹത്യക്ക് പ്രേമഭംഗം ചെറിയൊരു നിമിത്തമായി തീർന്നിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നും നിരൂപകന്മാരുടെ അഭിപ്രായമാണ്. ഇടപ്പള്ളിയുടെ ആത്മഹത്യക്ക് സാമൂഹികമായ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. സ്വന്തം ഇച്ഛയുടെ അനുശാസനമല്ലാതെ മറ്റൊന്നും അതിലില്ലായിരുന്നു. ദോസ്തോവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിലെ കിർലോവിനെ പോലെ തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളിയും വിശ്വസിച്ചിരുന്നു. ദോസ്തോവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിൽ കിർലോവിനെ പോലെ തന്നെ സ്വന്തം ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും അബോധതലങ്ങളുടെ പ്രേരണയായിരിക്കാമെന്നതിന് കാരണമായത് എന്നാണ് പണ്ഡിതമതം. ആത്മഹത്യയെ അദ്ദേഹത്തിൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റാനും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അബോധതലങ്ങളുടെ പ്രേരണ ഒരു പ്രധാന ഘടകമായി മാറി. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയായിരിക്കാം ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. ജീവിതത്തെ ഒരു അന്യരാജ്യമായി, ദുഃഖകാരണമായി, ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിച്ചു എന്നത് വേറൊരു സത്യം. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത് എന്ത്? കാൽപ്പനികവാദിയായിട്ടുള്ള അന്യത, ഔട്ട്സൈഡർ, ആ അന്യനെ സൃഷ്ടിക്കുന്നത് എന്ത്? അപ്പോൾ സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകുന്ന അയഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ ഒരു അന്യനെ സൃഷ്ടിക്കാൻ കാരണമായിത്തീരുന്നത്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകുന്ന യഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, അയഥാർത്ഥം, ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമായിരിക്കാം ഇങ്ങനെ കാൽപ്പനികവാദിയായ ഒരു അന്യനെ സൃഷ്ടിക്കാൻ കാരണമായിത്തീരുന്നത്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കും. മറ്റ് ലോകങ്ങളെക്കുറിച്ച് അയാളെ സ്വപ്നം കാണിക്കാൻ പ്രേരിപ്പിക്കും. തൻ്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വന്തം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് ശരിക്കും കാൽപ്പനികവാദികളായിട്ടുള്ള അന്യൻ്റെ സ്വഭാവമാണെന്ന് കാണാം. ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ കോളിൻ വിൽസൺ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ കാലമാണ്. അതായത് കോളിൻ വിൽസൻ്റെ അഭിപ്രായത്തിൽ അതായത് സ്വപ്നജീവിയായ ഒരാൾ അയഥാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ ചിന്തയിലൂടെ തൻ്റെ ദേശം ഇതല്ലെന്ന് ചിന്തിക്കുകയും മറ്റ് ലോകങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയും തൻ്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയമായിട്ട് പരാതിപ്പെടുകയും പരിഭവങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും അങ്ങനെ കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് കോളിൻ വിൽസൻ്റെ അഭിപ്രായം. മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ലല്ലോ ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ഭയമായിരിക്കാം ഈ ശത്രുലോകത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു എന്നതും സത്യം. ദിവസവും അഭിലാഷഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ ഇടപ്പള്ളി മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടിരിക്കാം. മരണം ഇനിയും അകലെയാണെന്ന
ആ ക്ഷമയില്ലായ്മ നിത്യരോദനത്തിൻ്റെ അവസാനം ഭംഗിയായി സൂചിപ്പിച്ച ഈ കവി ആത്മഹത്യയിലൂടെ മരണവും ജീവിതവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് KP അപ്പൻ നിരീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം. ചുറ്റുപാടുകൾ മാത്രമല്ല, കാലമെന്ന സംഹാരശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിക്കുമെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. എന്താണ് കാരണം? ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദി കാലമെന്ന സംഹാരശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിക്കുമെന്ന് കരുതിയിരുന്നു. അദ്ദേഹത്തിന് മുൻപ് മറ്റൊരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ ഈ കാലത്തെ സംഹരിക്കുന്ന ശക്തിയായിട്ട് സങ്കല്പിച്ചിട്ടില്ല കവിതകളിൽ എന്നത് സത്യം. കാലം എന്ന പേരിൽ ഇടപ്പള്ളി രചിച്ച ഒരു കവിതയിൽ കാലത്തെ സമുദ്രമായി കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് വർഷങ്ങളെന്നും അവ മനുഷ്യജീവിതമാകുന്ന തീരങ്ങളെ നിരന്തരമായി തകർക്കുകയാണെന്നും അതിൽ പേടിച്ചരണ്ട് സ്വരത്തിൽ ഇടപ്പള്ളി പാടുന്നത് നമുക്ക് കാണാം. ആശ എന്ന കവിതയിൽ സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലമെന്ന കാളസർപ്പമെന്ന് ഇടപ്പള്ളി പറയുന്നു. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കി ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ ആ അന്യൻ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയായിരിക്കാം സ്വയം നശിപ്പിക്കപ്പെടാൻ ശ്രമിച്ചത്. ഈ രീതിയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണുള്ളത് എന്ന് വ്യക്തമാക്കാമോ? മരണത്തെ പ്രാപിക്കാൻ ഇടപ്പള്ളി ആഗ്രഹിച്ചു, അതോടൊപ്പം സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം കൂടി അതിലുണ്ടായിരുന്നു എന്ന് വിശദീകരിക്കാമോ? ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാം. ജീവിതമെന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി മാറുന്നത് കാണാം. ഇടപ്പള്ളിക്ക് മാത്രമല്ല, കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യം. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോദ്ലേറും യൂഗോയും പാടിയത് ഉദാഹരണസഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായിട്ട് ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ച ബോദ്ലെയർ എഴുതിയ രണ്ട് നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനത്തിൽ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ ഇടപ്പള്ളിയുടെ ദർശനം വളരെ ആഴത്തിൽ നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കും. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരവുമായൊരു മനോഭാവമാണ് പ്രേമത്തിൻ്റെയും മരണത്തിൻ്റെയും നേരെ അദ്ദേഹം കണ്ടത്. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ട് നല്ല സഹോദരികളായിരുന്നു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നുവെന്ന് പോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കാം പ്രണയലതികയ്ക്ക് തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണമെന്ന് ഇടപ്പള്ളിയെ കൊണ്ട് എഴുതിക്കിച്ചത്. ലോകത്തിലെ സുന്ദര സ്വപ്നങ്ങളെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളാകിയാൽ മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് അന്തർഭവിച്ച് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മരണത്തിൻ്റെ സൗന്ദര്യം ഇടപ്പള്ളിയെ ലഹരി പിടിപ്പിച്ചിരുന്നു. ഈ ഉന്മാദ ലഹരിയാണ് മരണദിനത്തിൻ്റെ മണിമുഴക്കമായി അദ്ദേഹം കേട്ടത്. സൃഷ്ടിയുടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ച ഇടപ്പള്ളി, ശ്രദ്ധിക്കുക, കവിതാ സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ചവനാണ് ഇടപ്പള്ളി. അങ്ങനെയുള്ള ഇടപ്പള്ളിക്ക് വികാരങ്ങളും അനുഭവങ്ങളും മാത്രമല്ല വാക്കുകളും മാർഗദർശനം നൽകിയിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ കൊണ്ടൊഴുകുന്ന വാക്കുകൾ ഇടപ്പള്ളിക്ക് മാധ്യമമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കവിതാവേളയിൽ വഴികാട്ടിയായിരുന്നു, മാധ്യമമായിരുന്നില്ല, പകരം വഴികാട്ടിയായിരുന്നു. കവിതാവേളയിൽ അദ്ദേഹം താളലയങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ടെടുക്കുന്ന വാക്കുകൾ യഥാർത്ഥത്തിൽ ഇടപ്പള്ളിയെ സംബന്ധിച്ച് വഴികാട്ടിയായിരുന്നു. ശ്രദ്ധിക്കുക, കവിത എഴുതുന്ന വേളകളിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന താളലയങ്ങൾ ശരിക്കും ആ വാക്കുകൾ ഇടപ്പള്ളിക്ക് മാധ്യമമായിരുന്നില്ല, പകരം ഇടപ്പള്ളിക്ക് അദ്ദേഹം വളരാനുള്ള മാധ്യമമായിരുന്നില്ല, പകരം ഇടപ്പള്ളിക്ക് വഴികാട്ടിയായിരുന്നു. വാക്കുകൾ ഇടപ്പള്ളിയെ ഉറക്കെ കരയുവാൻ പ്രേരിപ്പിച്ചതായി നമുക്ക് കാണാം. സകലതും പരിത്യജിക്കുവാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ആത്മനിന്ദയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് കാണാം, സ്വയം നശിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാണാം,
അങ്ങനെ സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തി എന്നതാണ് സത്യം. എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കി മാറ്റാമെന്നും അദ്ദേഹം വാക്കുകളെ കൊണ്ട് സ്വയം പഠിച്ചു. ചുരുക്കത്തിൽ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത, ശ്രദ്ധിക്കുക, ചുരുക്കത്തിൽ വ്യർത്ഥമായി ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിൻ്റെ കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാക്കാം. ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകുമെന്ന വിശ്വാസം സുധ എന്ന ചെറുകഥയിലെ നായികയുടെ ആത്മഹത്യയിലൂടെ ഇടപ്പള്ളി ഭംഗിയായി ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ സുധ എന്ന് പറയുന്ന ചെറുകഥയിൽ എടുത്തു പഠിച്ചാൽ അതിനകത്ത് നായികയായിട്ടുള്ള അവളുടെ വാക്കുകളിൽ ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകുമെന്ന വിശ്വാസമാണ് കവി ന്യായീകരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ തൻ്റെ സാരി അഴിച്ച് ഒരു കുരുക്കുണ്ടാക്കി അവിടെ കിടന്ന ഒരു കരിങ്കല്ലിൽ ഇട്ടു മുറുക്കി. സാരിയുടെ മറ്റേ തുമ്പ് അവളുടെ അരയിൽ ദൃഢമായി ബന്ധിച്ചു. ഒരുവിധം പ്രയാസപ്പെട്ട് ആ കല്ലുരുട്ടി വള്ളത്തിലാക്കി. അതാ ഒരു കുതി, സർവവും ഭദ്രം. ഈ വർണ്ണനയിൽ ഒരു കാൽപ്പനിക കവിയുടെ തരളഭാവമല്ല, പകരം സ്വയം നശിപ്പിക്കുവാൻ രഹസ്യമായി കൊതിക്കുന്ന ഒരാളുടെ ക്രൂരമായ നിസ്സംഗതയുടെ നിഴലാണ് നമ്മൾ കാണേണ്ടത്. കാൽപ്പനിക ശൈലിയുടെ സ്പർശനമില്ലാതെ പത്രവാർത്തയുടെ ശൈലിയിൽ രചിച്ച ഈ വർണ്ണനയിൽ സകലതും പെട്ടെന്ന് അവസാനിക്കാനുള്ള ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ വ്യഗ്രത ഉൾച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സ്വയം നശിപ്പിച്ചതിൻ്റെ പീഡിപ്പിക്കുന്ന സംതൃപ്തി കഥാപാത്രവുമായി പങ്കിട്ട് അനുഭവിക്കുന്ന, അപ്പം നോക്കുക, സ്വയം നശിപ്പിച്ച് പീഡിപ്പിക്കുന്ന കഥാപാത്രവുമായി ഇടപ്പള്ളി പങ്കിട്ട് അനുഭവിക്കുന്ന ആ ഭാവന തൻ്റെ അഭയസങ്കേതം മരണമാണെന്ന് ഈ രചനയിലൂടെ സൂചിപ്പിക്കുന്നു എന്നതാണ് സത്യം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.